Hello friends, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ പൊറാട്ടയാണ്. അപ്പോൾ പിസ്സ പൊറാട്ട എന്നതിനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിസ്സയുടെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ പിസ്സയിൽ ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പിസ്സ പൊറാട്ട എന്ന് പറയുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് ചീസ് ആണ്. ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. ചീസിൻ്റെ മണം ഇതിന് വളരെ നല്ലതാണ്. എന്നപോലെ ഒരു ഒണിയനാണ് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം, ഒരു മഞ്ഞ ക്യാപ്സിക്കം മുഴുവനായിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില്ലിയുടെ ഫ്ലേക്സും അത് രണ്ടുമാണ് ഇതിലേക്ക് നമ്മൾ മസാലയായിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഒറിഗാനോ എന്താ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സയുടെ ആ കറക്റ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. എന്നപോലെ ചില്ലിയുടെ പൊടിയല്ല ഇടുന്നത് കേട്ടോ. ക്രഷ് ചെയ്തിട്ട് ചെറിയൊരു കഷ്ണങ്ങൾ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ സാധാരണ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ നമ്മളൊരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കുമല്ലോ, അതുപോലെ തന്നെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തിക്ക് പരത്തണ പോലെ സെയിം അതേ പ്രൊസീജിയർ തന്നെയാണ്. അങ്ങനെ ചപ്പാത്തി പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെറും നടുകിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കരുത്. ഒരു 2-3 സ്പൂണ് ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് പറാത്ത കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഫില്ലിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വേറെ ഒരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചപ്പാത്തിക്ക് തിക്ക് കൂടുതലൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണോ അതേപോലത്തെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് സീൽ ചെയ്യുക. സാധാരണ 2 ചപ്പാത്തി ഒപ്പം വയ്ക്കുമ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറിച്ചിടുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് പോവും. അപ്പോൾ അതിനുള്ള ഇടവരുത്തരുത്. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വെറുതെ അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് സെറ്റാവും. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന അതേ തവയിൽ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് മറ്റേ സൈഡിൽ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് അതൊന്ന് മറിച്ചിടുക. അപ്പോൾ കണ്ടോ, ഈ സൈഡ് വളരെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചട്ടകം വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആ ചീസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മെൽട്ടാവും. എന്നപോലെ ആ വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഈ ജോയിൻ ചെയ്ത ആ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുള്ള പൊറാട്ട ആയിട്ട് കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.